ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ ഉപകരണത്തിലൂടെ വർക്ക് ചെയ്യുന്നത് കുഴൽ കിണറിലെ ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ പമ്പാണ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും പറമ്പിലും ഓഫീസിലും എല്ലാം ഉപയോഗിക്കുന്ന വാട്ടർ പമ്പുകളും എസികളും ഹെവി മെഷീനറികളും എല്ലാം ഇനി ഉപയോഗശേഷം ഓഫാക്കാൻ മറക്കുന്ന പ്രശ്നമില്ല. ഒരാൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. ഒരു തുള്ളി വെള്ളവും കറണ്ടും പാഴാകാതിരിക്കാൻ ഒരു കിഡിലൻ ഐറ്റം കിട്ടിയിട്ടുണ്ട്. എല്ലാ സാധാരണക്കാർക്കും ഉപകാരമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഹമീദ് ഓർബിറ്റ് ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ കാണിച്ചിരുന്ന ഇൻ്റർനെറ്റും വൈഫൈയും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഏത് ഉപകരണവും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കുന്ന ഈ ഉപകരണം കണ്ടപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇത്തരം ഹെവി ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു സിമ്പിൾ സംവിധാനം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. നേരത്തെ കാണിച്ച GSM റിമോട്ട് കൺട്രോൾ നിർമ്മിച്ച വെസ്റ്റ്ലാൻഡ് ടെക്നോളജി സർവീസസ് എന്ന കമ്പനിയുടെ തന്നെ എല്ലാത്തരം ഹെവി ഉപകരണങ്ങൾക്കും പറ്റിയ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൈമർ സ്വിച്ചാണിത്. ഇത് സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള എല്ലാത്തരം ഹെവി ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും ഡയറക്റ്റ് സ്റ്റാർട്ടിങ് MCB ടൈപ്പ് വാട്ടർ പമ്പുകൾക്കും സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഒക്കെയുള്ള ഹെവി പമ്പുകൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഉപയോഗം എങ്ങനെയാണെന്നും വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ടൈമർ സ്വിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് 12 വോൾട്ട് 1 ആംപിയർ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡാപ്റ്റർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ സോക്കറ്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 12 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലത് സൈഡിലായിട്ട് 3 സെറ്റ് വയറുകളാണുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും എവിടേക്കൊക്കെയാണ് കണക്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതിൻ്റെ കണക്ഷനുകളെല്ലാം വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ച GSM റിമോട്ട് കൺട്രോളിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്കിതിൽ 5 ബട്ടണുകളാണുള്ളത്. അതിൽ 4 ടൈമറിൻ്റെ ആണ്, പിന്നെ ഒന്ന് ഓഫ് ബട്ടണാണ്. ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ എഴുതിയിരിക്കുന്നത് പോലെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ടർ പമ്പുകൾ 1.5 HP വരെയുള്ളതാണ് ഇതിനകത്തുള്ള റിലേയിലേക്ക് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഒക്കെയുള്ള ഹെവി ആയിട്ടുള്ള വാട്ടർ പമ്പുകൾ ഏതാണെങ്കിലും ഇതിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് 12 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റർ ഇപ്പോൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ ഓഫ് ബട്ടൻ്റെ അടുത്തുള്ള ഓഫ് ഇൻഡിക്കേറ്ററാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്യാൻ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര മിനിറ്റ് ആണോ അത് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് സെറ്റ് ചെയ്തു. ആകെ നമുക്ക് 75 മിനിറ്റ് വരെയാണ് ഇതിൽ ഓഫ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ 75 മിനിറ്റിൻ്റെ ഉള്ളിൽ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75 എന്നിങ്ങനെ ഏത് 5 മിനിറ്റ് വരുന്ന പരിധിയിലും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ 15 മിനിറ്റാണ് വേണ്ടതെങ്കിൽ 10ൻ്റെയും 5ൻ്റെയും ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. അതിന് നേരെയുള്ള 2 ഇൻഡിക്കേറ്ററുകൾ തെളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ആവും. അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഓഫ് ചെയ്യും. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യും. പിന്നെ 15 സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 10ഉം 5ഉം സെറ്റ് ചെയ്താൽ 10ന് നേരെയും 5ന് നേരെയും ലൈറ്റുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കും. അത് 15 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ആവും. പിന്നെ നമുക്ക് ഇപ്പോൾ ചെയ്തതുപോലെ ഇപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 75 മിനിറ്റ് ടോട്ടൽ കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ട സമയം എത്രയാണോ അത്രയും സമയം ഇതിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മാനുവലായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ താഴെയുള്ള ഓഫ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവും. അപ്പോൾ സമയം സെറ്റ് ചെയ്യുന്നതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ 75 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏത് സമയത്താണ് ഇതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ആ എഴുതിയിരിക്കുന്ന സമയത്തിന് നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് നേരെയുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയം അതിൽ സെറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനാണ് കൊടുക്കുവാനുള്ളത്. ഇതിൽ 2 റെഡ് വയറുകൾ നിങ്ങൾക്കിവിടെ കാണാം. അതാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം സ്റ്റാർട്ട് സ്വിച്ചിലേക്കുള്ളതാണ്. അത് ഒരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഓണായിട്ട് ഓഫ് ആവുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് അത് നല്ലൊരു ഉപയോഗം തന്നെയാണ്. ഇതിൽ നമ്മൾ AC വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഈ ഉപകരണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ് കണക്ട് ചെയ്യുന്നത്. അതിന് പകരം ഇതുപോലെ ഒരു DC പിൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്താൽ ഇതിലേക്ക് നമുക്ക് 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഉപകരണം ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചിങ് സൈഡിൽ നമുക്ക് DC ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു സ്വിച്ചായിട്ട് മാത്രമല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് DC വാട്ടർ പമ്പൊക്കെ ഉപയോഗിക്കുന്ന സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് വയറിങ്ങിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു വാട്ടർ പമ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു സ്റ്റാർട്ട് ബട്ടൺ ഉള്ള ടൈപ്പ് വാട്ടർ പമ്പാണ്.
അപ്പോൾ അതിലേക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ വരുന്നത് സ്റ്റോപ്പ് ബട്ടൺ ഇല്ല, വെറും സ്റ്റാർട്ട് ബട്ടൺ ആണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ 4 കണക്ഷൻ ഉള്ളതും 2 കണക്ഷൻ ഉള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ ഡയറക്റ്റ് MCB വഴിയാണ് സപ്ലൈ സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ആണുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഈ ടൈമർ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 ജോഡി വയറുകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിലുള്ള ആ മെയിൻ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്ന റെഡ് വയറുകളും പിന്നെ അതിൻ്റെ താഴെയുള്ള 2 ഗ്രീൻ വയറുകളും. ഈ 2 ഗ്രീൻ വയറുകൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് സ്വിച്ചിലേക്കാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് 2 ഗ്രീൻ വയർ കൂടി കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സ്റ്റാർട്ട് സ്വിച്ചിൽ തന്നെ 4 കണക്ഷൻ വരുന്ന സ്റ്റാർട്ട് സ്വിച്ചുകൾ വരുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് 2 കണക്ഷനുകൾ അതിൽ എക്സ്ട്രാ താഴെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. ഈ 2 വയറുകളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ സ്വിച്ച് ആയിട്ടുള്ള റെഡ് വയറാണ്. അത് ഞാൻ ഇതിലേക്ക് വരുന്ന MCBക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ടൈമർ സ്വിച്ച് കഴിഞ്ഞിട്ടാണ് ഈ MCBയിലേക്ക് പിന്നെ സപ്ലൈ ചെല്ലുക. പിന്നെ MCBയും ഓൺ ആണെങ്കിൽ നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമാവുന്നതിനനുസരിച്ച് ടൈമർ ഓൺ ചെയ്ത് MCBയിലേക്ക് സപ്ലൈ ചെല്ലും. MCB ഓൺ ആണെങ്കിൽ പമ്പ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റോപ്പ് ബട്ടൺ കൂടിയുള്ള സ്റ്റാർട്ടർ പാനലിലേക്കാണ് നിങ്ങൾ ഈ ടൈമർ സ്വിച്ച് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ MCBയിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെഡ് വയറുകൾ കണക്ട് ചെയ്യേണ്ടത് അതിലുള്ള സ്റ്റോപ്പ് ബട്ടൺ സീരീസ് ആയിട്ടാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അഡാപ്റ്റർ സപ്ലൈ നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ടൈമറിലേക്ക് സപ്ലൈ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി നമ്മളിതിൽ സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. ഇപ്പോൾ പമ്പ് ഓഫായിട്ടാണുള്ളത്. ഇനി നമ്മളിതിൽ ഒരു ടൈം എത്രയാണ് നമുക്ക് ആവശ്യം എങ്കിൽ അത് ടാങ്കിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറമ്പിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര സമയം നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സമയം നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളിതിൻ്റെ പമ്പിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നും ഇത് ഓൺ ആയിട്ടില്ല. ഇനി നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്യുന്നതോടു കൂടിയാണ് ഇത് പമ്പ് ഓൺ ആകാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളിതിൽ 5 മിനിറ്റിൻ്റെത് പ്രസ് ചെയ്യാൻ പോവുകയാണ്. 5 മിനിറ്റ് പ്രസ് ചെയ്തപ്പോൾ അതിന് നേരെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പമ്പ് വർക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം പമ്പ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഇങ്ങനെ നമുക്ക് വാട്ടർ പമ്പുകൾ മാത്രമല്ല, നിങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ പഴയ മോഡൽ AC-കളൊക്കെ ഉണ്ടാവും ടൈമറൊക്കെ ഇല്ലാത്തത്. അതൊക്കെ നമുക്ക് ഈ ടൈമറിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മറ്റൊരു ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കണക്ഷനുകളൊന്നും ആവശ്യമില്ല. മുകളിലുള്ള ആ റെഡ് വയറുകൾ മാത്രമാണ് നമുക്ക് സ്വിച്ചിങ്ങിനായിട്ട് ആവശ്യമുള്ളത്. നിലവിൽ നിങ്ങളുടെ ഉപകരണത്തിനുള്ള സ്വിച്ചിലേക്ക് ഇത് പാരലായിട്ട് ഈ 2 റെഡ് വയറുകൾ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇനി നമുക്ക് മാനുവലായിട്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് നിലവിലുള്ള സ്വിച്ച് തന്നെ ഓൺ ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ സെറ്റ് ചെയ്ത സമയമായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ വാട്ടർ പമ്പ് ഓഫ് ആയിട്ടുണ്ട്. ഈ ടൈമർ സംവിധാനം വാട്ടർ പമ്പിൽ കണക്ട് ചെയ്തിട്ട് പറമ്പിലൊക്കെ നനക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളറുകളെ അപേക്ഷിച്ച് ഇതിനുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് നമുക്ക് നനക്കേണ്ട സമയത്ത് മാത്രം വെള്ളത്തിൻ്റെയും വോൾട്ടേജിൻ്റെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് മാനുവലായിട്ട് ഓൺ ചെയ്ത് വെച്ച് പോയിട്ട് നമുക്ക് മറ്റു ജോലികൾ ചെയ്യാം. ഇത് സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയാൽ പിന്നെ ഇത് എന്താകുമെന്നുള്ള ടെൻഷനും ഇതിൽ ആവശ്യമില്ല. ഇതിൽ റെസ്യൂം ഫംഗ്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പമ്പ് ഓഫ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് പോയാൽ ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കറണ്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ബാക്കി 4 മിനിറ്റ് കൂടി വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നീട് എപ്പോഴാണോ കറണ്ട് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ആ 4 മിനിറ്റ് കൂടി ഇത് വർക്ക് ചെയ്യും. എന്നിട്ട് മാത്രമാണ് ഓഫ് ആവുക. എല്ലാത്തരം സിംഗിൾ ഫേസ് 3 ഫേസ് വാട്ടർ പമ്പുകളും മറ്റു ഹെവി ഇലക്ട്രിക് ഉപകരണങ്ങളും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഈ ടൈമർ സ്വിച്ചിന് എനിക്ക് വെറും 1800 രൂപ മാത്രമാണ് വില വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ തന്നെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള GSM റിമോട്ട് കൺട്രോൾ സ്വിച്ചിലും ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് മോഡലുകളിൽ നമ്മുടെ ഉപകരണം അവിടെ ഓൺ ആയിട്ടുണ്ട് എന്നുള്ള ശബ്ദ സന്ദേശം ഇതുപോലെ ഫോണിൽ കേൾക്കാം. പിന്നെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഉപകരണം ഓൺ ചെയ്തിട്ട് പിന്നെ ഫോണിൽ തന്നെ ഡയൽ ചെയ്ത് നമുക്കതിൽ സമയം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉപകരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അത്തരം ഒരു ടൈമർ സംവിധാനം കൂടി ഈ GSM റിമോട്ട് കൺട്രോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചെയ്യണമെങ്കിൽ അതെല്ലാം അവർ നിങ്ങളുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്.
നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്